ഇനി കേരളം മൊത്തം പരക്കുന്ന വാർത്ത ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പേ പിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മാറാരോഗികളായിട്ടുള്ള അല്ലെങ്കിൽ അതീവ അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാനാണ് സുപ്രീം കോടതി മുൻപും ഒരു വിധി പറഞ്ഞിരുന്നത്. അതനുസരിച്ചിട്ടാണ് സർക്കാർ ഇപ്പോൾ അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാം എന്നുള്ളൊരു നിർദ്ദേശം പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് മിസ്യൂസ് ചെയ്യപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. കാരണം പലയിടത്തു നിന്നും നമ്മൾ കേട്ടൊരു വാർത്തയാണ് തെരുവ് നായ്ക്കളുടെ അക്രമം. കൊച്ചു കുട്ടികളെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൃദ്ധരായവരായിക്കോട്ടെ, അല്ലെങ്കിൽ റോഡിലൂടെ വണ്ടിയിൽ സഞ്ചരിക്കുന്നവരായിക്കോട്ടെ, അങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ വണ്ടിക്ക് കുറുകെ ചാടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് മുന്നിലൂടെ വെറുതെ നടന്നു പോകുന്നതോ അല്ലെങ്കിൽ തെരുവ് നായ്ക്കളെന്ന് മുദ്രകുത്തപ്പെട്ട സാധാരണ നായ്ക്കളെ കൊന്നൊടുക്കാനല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേവിഷബാധ ഏറ്റിട്ടുണ്ടെന്ന് ഉറപ്പുള്ള പട്ടികളെയും അല്ലെങ്കിൽ ഏതെങ്കിലും മാറാരോഗം ബാധിച്ച് കിടക്കുന്ന പട്ടികളെ ആയാലും അവർ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ അതിനായിട്ട് അംഗീകരിക്കപ്പെട്ടൊരു ഗ്രൂപ്പുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതുപോലെ ദയാവധം ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വാർത്തയും കേട്ടിട്ട് വീടിനടുത്ത് ഒരു തെരുവ് നായ ഭയങ്കര ശല്യമാണ്, ഭയങ്കര കൊരയാണ്, രാത്രി ഭയങ്കര കൂവലാണെന്ന് പറഞ്ഞിട്ട് അതിന് ചോറിൽ വിഷം വെച്ച് കൊന്നിട്ട് ഇത് സർക്കാർ പറഞ്ഞതാണ്, സുപ്രീം കോടതി പറഞ്ഞതാണ് ദയാവധം എന്ന് ആരും പറയരുത്. ദയവ് ചെയ്ത് നിങ്ങൾ ഓർക്കേണ്ടത് അതും ഒരു ജീവനാണ്. മനുഷ്യരെ ഇതിലും മൃഗീയമായിട്ടും ക്രൂരമായിട്ടും ആക്രമിക്കുന്ന ഒരുപാട് മൃഗങ്ങളെ നമ്മൾ റെസ്ക്യൂ ചെയ്യാറുണ്ട്, നമ്മൾ റെസ്ക്യൂ ചെയ്ത് രക്ഷപ്പെടുത്താറുണ്ട്, കാട്ടിലേക്ക് അയക്കാറുണ്ട്. പക്ഷെ തെരുവ് നായ്ക്കൾക്കൊന്നും അങ്ങനെ ഒരു പരിഗണന കിട്ടിയതായിട്ട് എവിടെയും ചരിത്രത്തിലില്ല. അതുകൊണ്ടാണ് പറയുന്നത് അതാത് സ്ഥലങ്ങളിൽ ഒരു ഷെൽട്ടർ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെരുവ് നായ്ക്കളെ റെസ്ക്യൂ ചെയ്ത് അവിടെ കൊണ്ട് പാർപ്പിക്കാം, അതിനെ സംരക്ഷിക്കാം. വലിയ തോതിൽ നമ്മൾ ഉപദ്രവിക്കുന്ന, ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഭയങ്കരമായ അഗ്രസീവ്നെസ് ഒക്കെ ഉള്ള തെരുവ് നായ്ക്കളെ നമുക്ക് ദയാവധം ചെയ്യാം. അതും സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ, അല്ലാതെ വെറുതെ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് എല്ലാ നായ്ക്കളെയും കൊല്ലാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വാർത്ത മനസ്സിലേക്ക് ഉൾക്കൊണ്ട് എല്ലാ തെരുവ് നായ്ക്കളെയും കൊന്നെടുക്കാനുള്ള ലൈസൻസ് ആണ് ഇത് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാതെ അതിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് കൂടി മനസ്സിലാക്കി സാധാരണമായ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത തെരുവ് നായ്ക്കൾ ഉണ്ടെങ്കിൽ അവരെ ഒന്നും ഇതിന്റെ പേരിൽ കൊന്നൊടുക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്.